എന്തൊക്കെ പുതിയ ഐറ്റം വന്നാലും എത്ര കാലം കഴിഞ്ഞാലും കൊതി മാറാത്ത ഒരു ഐറ്റമാണ് ഈ ശർക്കര മാങ്ങ. ഓരോ മാങ്ങക്കാലവും ഓർമ്മപ്പെടുത്തുന്ന ഒരു ഐറ്റം കൂടെയാണ് കേട്ടോ. മാങ്ങ കയ്യിൽ കിട്ടുമ്പം ഇത് തന്നെയാണ് ഓർമ്മ വരിക. അത് നമ്മുടെ നാട്ടുമാവിലെ മാങ്ങയുണ്ടല്ലോ, നാടനായിട്ട് കിട്ടുന്ന എല്ലാ മാങ്ങയിലും ഇത് തയ്യാറാക്കാം കേട്ടോ. ഇനി എനിക്കത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന മാങ്ങ വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം. ഇത് രണ്ട് രീതിയിൽ നമ്മൾ ചെയ്തെടുക്കും. ഒന്ന് പഴുത്ത മാങ്ങ വെച്ചിട്ടും ചെയ്യും, പച്ച മാങ്ങ വെച്ചിട്ടും ചെയ്യും കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, നാടൻ മാങ്ങയിലാണ് ചെയ്യാമെന്ന്. ഇതും നാടൻ മാങ്ങയാണ് കേട്ടോ, വളരെ ചെറിയ നാടൻ ടൈപ്പ് മാങ്ങയാണ്. അത് അതിൻ്റെ നെട്ടി ഭാഗം ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ വരയിട്ട് കൊടുക്കണം. വരയിട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ബാക്കി ചേരുവകളും ശർക്കരയും ഒക്കെ ഇതിലേക്ക് അകത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് ഞാൻ കൂട്ടുക എന്ന് പറഞ്ഞു, എന്നാലും ഒരുപാട് ഇടരുത് കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം കുക്കർ നന്നായിട്ട് അടച്ചു വെച്ച് ഒരു 2 വിസിലാണ് ഞാൻ ഇതിന് കൊടുക്കുന്നത്. വലിയ മാങ്ങയാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഒരു 3-4 വിസിൽ കൊടുക്കേണ്ടി വരും കേട്ടോ. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാനൊരു 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തയ്യാറാക്കുന്ന മാങ്ങ ചെറിയതാണ്, അതുകൊണ്ട് തന്നെ 2 വിസിലേ കൊടുത്തുള്ളൂ കേട്ടോ. കുറച്ച് വേവായിട്ടുണ്ട്. ബാക്കി വേവ് ശർക്കര പാനിയിൽ കിടന്നിട്ടാണ് വേവേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര പാനി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട്. മാങ്ങ തീരെ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറുക്കിയെടുക്കുക. അതല്ല, ഏകദേശം വെന്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യാനുള്ളത്. ഇപ്പോൾ കണ്ടല്ലോ, അത് കുറുകി വരുന്നുണ്ട്. ഒരിക്കലും നമ്മൾ ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം ഇളക്കാതിരിക്കരുത് കേട്ടോ. ഇടയ്ക്ക് വന്നിട്ട് നമ്മൾ മാങ്ങ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇളക്കി കൊടുക്കണം. എന്നാലാണിത് ശരിക്ക് ആ മാങ്ങയുടെ ഉള്ളിലേക്ക് നല്ല പോലെ ഈ ശർക്കര പാനി അങ്ങ് കയറി വരുള്ളൂ. ഇത്രയേ ഉള്ളൂ ഇത് ചെയ്ത് എടുക്കാനായിട്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പുതുതലമുറയിലെ ഈ കുട്ടികൾക്ക് ശർക്കര മാങ്ങ എന്താണെന്ന് അറിയത്തുണ്ടാവില്ല അല്ലേ? നിങ്ങളൊന്ന് ചെയ്ത് കൊടുത്ത് നോക്കാം കേട്ടോ. കുട്ടികൾ മാത്രമല്ല, ചിലരൊക്കെ ഇത് കഴിക്കാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർ ഇതേ നാടൻ മാങ്ങയൊക്കെ കിട്ടുമ്പോഴേ ഈ ഒരു ഐറ്റം മനസ്സിൽ വെച്ചോളൂ, എന്നിട്ട് അങ്ങ് തയ്യാറാക്കി നോക്കോളൂ. പിന്നെ നമ്മുടെ മാങ്ങയുടെ പുളിക്കും മധുരത്തിനും അനുസരിച്ചിട്ടാണ് നമ്മൾ ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞ പച്ചമാങ്ങയിൽ നിങ്ങൾക്കിത് ചെയ്തെടുക്കാമെന്ന്. പച്ചമാങ്ങയിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ കുറച്ചധികം ശർക്കര വേണ്ടി വരും. ഇത് നമ്മൾ പഴുത്ത മാങ്ങ ആയതുകൊണ്ടാണ് ഒരു 3 അച്ച് ശർക്കര എടുത്തേക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. പഴുത്ത മാങ്ങയിലാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ചെയ്യുമ്പോൾ ഒരു 3-4 അച്ച് ശർക്കര തന്നെ മതിയാവും. അതല്ല, പച്ചമാങ്ങയാണെങ്കിൽ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ശർക്കര എടുത്തിട്ട് ചെയ്യാം കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ചാനൽ ആരും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.